ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാമ്പറിൻ്റെയൊക്കെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു ജേണി ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഞാൻ ഇത് ഹാമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതും 2026 ജാനുവരി 1. അതായത് ജാനുവരി 6 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഒത്തിരി പേരിങ്ങനെ ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കും ചെയ്ത് കൊടുക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറേ പേരോടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ ബഡ്ജറ്റാണല്ലോ പറയുന്നത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഇങ്ങനെ അന്വേഷിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തന്നെ പോയി സാധനം മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 6 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പോകുന്ന നടക്കത്തില്ല, ബസ്സൊക്കെ കയറിപ്പോവും, അത് എന്നെ കൊണ്ട് പോസിബിൾ അല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു, അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു കടയുണ്ട്, എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകും. ഞാനിങ്ങനെ ഒത്തിരി കടയുണ്ടിട്ട് കണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഷോപ്പുണ്ട് ഇത് ഇങ്ങനെ ഈ ഹാമ്പർ ബോക്സൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയ ടൈമിൽ ഒത്തിരി പേര് അവിടെ വന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്ക് 2-3 സാധനങ്ങൾ മേടിച്ച് നോക്കാം, എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ വിചാരിച്ചു എന്തായാലും അടുത്ത വർഷം തുടങ്ങുക, ഒരു പുതിയ വർഷം പുതിയ മാസം 1-ാം തീയതി തന്നെ നമുക്കിത് എന്താ പറയുക, ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി നമുക്കിത് ഇൻസ്റ്റയിലിടാം, സ്റ്റാറ്റസ് ഇടാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു, അതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടു, പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലല്ല. എനിക്ക് ഒത്തിരി ഓർഡർ വന്നു, ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒത്തിരി പേർക്ക്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഫാമിലിയിലുള്ള ഒത്തിരി പേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഞാൻ അയച്ചു കൊടുത്ത എല്ലാവരും, ഒത്തിരി പേര്, എല്ലാവരും എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 90% ആൾക്കാരും സ്റ്റോറി ഇട്ടു, സ്റ്റാറ്റസ് ഇട്ടു, അവർക്ക് പരിചയമുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓർഡറൊക്കെ കിട്ടി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം നമുക്ക് എന്തായാലും എല്ലാ മാസവും നമുക്ക് ഒരേപോലെ കിട്ടണമെന്നില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഓർഡറൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വന്ന ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ അപ്പോഴേ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ഒത്തിരി ഓർഡർ കിട്ടി, ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എനിക്ക് ഒത്തിരി ഓർഡർ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ കിട്ടാണ്ട് വന്നപ്പം ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേ അച്ഛനും എല്ലാവരും ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, എപ്പോഴും നമുക്ക് ഓർഡർ കിട്ടണമെന്നില്ല. അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾക്ക് ഒത്തിരി പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ എനിക്ക് മനസ്സിലാവും ഇതാണ് ഒരു ബിസിനസ്. നമ്മൾ ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. പിന്നെ ഞാൻ ഓൾറെഡി ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഓരോ കസ്റ്റമറിനും ഓരോ ഇഷ്ടങ്ങളാണ്. അത് പിന്നത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആദ്യം കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓർഡറൊക്കെ വന്ന ടൈമിൽ കുറേ ബോക്സും കുറേ അതും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടും പക്ഷെ അവർക്കത് അവർക്ക് ഇപ്പം ഓരോ കസ്റ്റമറിന് ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ പറയും, അയ്യോ നമുക്കിതല്ല വേണ്ട, വേറെയാണ് വേണ്ടേ, വേറെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു തരും. അപ്പോൾ ഞാൻ വീണ്ടും ആ ഷോപ്പിൽ പോയിട്ട് വേറെ ഓരോ ബോക്സിൻ്റെയും ഓരോ ഐറ്റംസിൻ്റെയും ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുക്കും. അവരതിൽ നിന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ പക്ഷേ ഇത് തുടങ്ങിയ സമയത്തും ഞാൻ വിചാരിച്ചത് ഇത് വലിയ സിമ്പിൾ പണിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് ഇത്രയും പാടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പാടാണ്. നമ്മൾ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ ഡ്യൂട്ടിയാണ്, എന്നാലും നമ്മൾ ഓരോ സമയത്ത് മഴയെന്നോ വെയിലെന്നോ പോലും വിചാരിക്കേണ്ട ഓരോ സമയത്ത് പുറത്ത് പോകണം. അവരെ സമയം അനുസരിച്ച്, നമ്മളെ സമയമല്ല, അവരെപ്പോൾ ഫ്രീ ആയിരിക്കും അന്നേരം നമ്മൾ പോകണം.
നമ്മൾ പോയിട്ട് അവിടെ പോയി കടയിൽ പോയി ഒരു 10-200 ഷർട്ട് എടുക്കുന്നു, ഓരോന്ന് ഫോട്ടോ എടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു, അടുത്ത കടയിൽ പോകുന്നു. അങ്ങനെ ഇങ്ങനെ ഇതുവരെ എത്തി. ഓക്കെ, അങ്ങനെ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റിയതാണ്. ഞാൻ ഈ ഹാമ്പറൊക്കെ ചെയ്ത് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് മേടിക്കാൻ പറ്റിയ, എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ മേടിക്കാൻ പറ്റി. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനൊക്കെ പറ്റി. എൻ്റെ കുറേ ആവശ്യങ്ങളും കുറേ കാര്യങ്ങൾ എനിക്ക് നേരത്തെ മുതൽ ആഗ്രഹിച്ച് വലിയൊരു പൈസ മുടക്കി മേടിച്ചാണ് എൻ്റെ ഫോണ്. അല്ലാണ്ട് കുറേ സാധനങ്ങളും ചെറിയ കാര്യങ്ങളായപ്പോഴും എന്താ പറയുക, എനിക്ക് ഈ ഒരു ഹാമ്പർ ചെയ്തതിന് എനിക്ക് മേടിക്കാൻ പറ്റി. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മളെ ഒത്തിരി പേര് പറ്റിച്ചിട്ട് പോയ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഈ പേയ്മെൻറ്റ് മേടിക്കണമെന്ന് വെച്ചാൽ അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും മേടിക്കാണ്ട് ചെയ്ത ടൈമിലൊക്കെ നമ്മളിപ്പം കുറേ സാധനങ്ങൾ ഇപ്പം അവർ പറയാണ് നിങ്ങളിത് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ചെയ്തിട്ട് പേയ്മെൻറ്റ് മേടിക്കും, ആ ഒരു ഇതായിരുന്നേ. പക്ഷേ എല്ലാം ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് അവർ പറയും അയ്യോ നമുക്കിത് വേണ്ട, ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് ഒറ്റപ്പോക്കൂ. അങ്ങനെ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചാർജ്, അത് ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ട് നടക്കുന്നൊരു ഇതാണല്ലോ. ഡെലിവറിയും നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനോട് ഞാൻ ഡെലിവറി ചാർജ് മേടിക്കണമെന്ന് വെച്ചാൽ എനിക്ക് മുൻകൂട്ടി മേടിക്കാൻ എനിക്കറിയില്ല, കാരണം എത്ര വരണേന്ന് എനിക്കറിയില്ല. അപ്പം ഞാനാണെങ്കിൽ കൊറിയർ ഓഫീസിൽ പോയിട്ട് അവരോട് നമ്മളവിടെ എല്ലാം കൊടുക്കുമ്പോഴാണല്ലോ ഇത്രയാണ് ചാർജ് വരുന്നതെന്ന് പറയുന്നത്. അന്നേരം അത് കസ്റ്റമറിനോട് പറയും. അപ്പോൾ കസ്റ്റമർ പൈസ അയച്ചു തരും. അങ്ങനെയാണ് ഇപ്പോൾ കൊറിയർ അയക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ചിലപ്പോൾ കസ്റ്റമർ ആ ടൈമിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഞാൻ കൊറിയർ അയക്കും. എന്നിട്ട് കസ്റ്റമർ അവൈലബിൾ ആയിരിക്കുന്ന ടൈമിൽ ഞാൻ പറയും ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ട്, ഇത്ര രൂപയായി എന്ന് പറയും. പക്ഷെ എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒത്തിരി പേര് പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന കസ്റ്റമറെല്ലാം നല്ല കസ്റ്റമറാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെയാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ എത്ര പേരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു ഇതും ഈ ഒരു ഹാമ്പർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും ഫാമിലിയിലായാലും ആരും ആയിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പം നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന ആളെന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യും, ഇവരെനിക്ക് ഓർഡറൊക്കെ തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചാലും എനിക്ക് ഓർഡർ തന്നിട്ടില്ല. പക്ഷെ വേറെ ആൾക്കാർക്കൊക്കെ ഓർഡർ കൊടുത്തു. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോ ബഡ്ജറ്റിനനുസരിച്ച് ഓരോരുത്തർ ഇഷ്ടം, അത് ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എന്നോട് പറഞ്ഞു, അത് ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്നോട് ഇതുപോലെ ഇതുപോലെ ഒരാൾക്ക് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും ആരായിരിക്കുമെന്നും. അപ്പോൾ എന്നോടിങ്ങനെ ഇതുപോലെ എനിക്കൊരു ഗിഫ്റ്റ് ചെയ്യണം, എത്ര രൂപ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബഡ്ജറ്റിൽ ഞാൻ ചെയ്തു തരാം, എത്ര രൂപയാണേലും സാരമില്ല. അപ്പോൾ അവരെ ബഡ്ജറ്റിൽ എല്ലാം ഓക്കെ, എല്ലാം സെറ്റാക്കി വെച്ചു. ഓക്കെ, ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഞാൻ പറയാം, കൺഫേം ആണ്, ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് അയച്ചു തരാം, നീ ബാക്കി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ശരിയാടാന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയമായപ്പോൾ ഓക്കെ അവർ തന്നില്ല, ഓർഡർ തന്നില്ല. ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ പൈസ ആ സമയത്ത് ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പോൾ പറഞ്ഞു ഇനി എനിക്കൊരു ഓർഡർ വേണം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അന്നേരം നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയം ആയപ്പോൾ അവൾ എനിക്ക് തന്നില്ല, വേറൊരു ഇതിൽ കൊടുത്ത് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചോദിക്കാനൊന്നിനും പോയില്ല. അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലിയിലായാലും ഒത്തിരി പേര് നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും, ഉറപ്പ് ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തരാത്ത ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതുവഴി അങ്ങനെ അതിലൊന്നും വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം ഓരോരുത്തർ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണല്ലോ എല്ലാവരും ഗിഫ്റ്റ് ചെയ്യുന്നതും എല്ലാം.
അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പം ഞാൻ മാത്രമല്ല ഹാമ്പർ ചെയ്യുന്നത്, എന്നെപ്പോലെ ഒത്തിരി പേര് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഏതാ കംഫർട്ടബിൾ, ചിലപ്പം അവരും അവരെ ഫ്രണ്ട്സ് ആയിരിക്കാം, അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇനി കുറേ ഓർഡർ തന്ന് കുറേ ഇതൊക്കെ തന്ന് ചിലപ്പോൾ ഞാൻ നന്നായി പോയാലോ, കുറേ പൈസ കിട്ടിയായാലോ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തരാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, എല്ലാവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. കാരണം അത്രയും നാളും ഭയങ്കര ചിരിച്ച് കളിച്ച് എന്തിനേതിനും കൂടെ നിൽക്കും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മുടെ ഇത് തുടങ്ങുമ്പം പിന്നെ നമ്മളോട് മിണ്ടത്തില്ല. അതും വേറൊരു സംഭവമാണ്. അങ്ങനെ ആൾക്കാരുണ്ട്. നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്ത് വന്നപ്പോൾ പിന്നെ നമ്മളോട് മിണ്ടില്ല, നമ്മളെ കാണുമ്പോൾ മിണ്ടത്തില്ല, മിണ്ടാതെ അങ്ങ് പോവും. അല്ല മുഖം ഇങ്ങനെ പെരുക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് അങ്ങനെയും കുറേ ആൾക്കാർ അങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ചെയ്യണേന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു കരുണ കാരണം ഇത്രയും നല്ല രീതിയിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. ഓർഡർ കിട്ടാത്ത മാസങ്ങളുണ്ട്, പിന്നെ ഒത്തിരി ഓർഡർ വന്ന മാസങ്ങളുണ്ട്. അത് ഓരോ ബിസിനസ്സല്ലേ, ഓരോന്നനുസരിച്ചിരിക്കും, കുറവും കൂടുതലും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ ഒത്തിരി താങ്ക്സ് ആട്ടോ. പിന്നെ എന്നെ അറിയാത്ത ആൾക്കാരും എനിക്ക് ഓർഡർ തന്നു. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റ വഴി യൂട്യൂബിൽ വഴിയൊക്കെ എന്നെ കണ്ട് എനിക്ക് ഓർഡറൊക്കെ ഒത്തിരി ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഓർഡറൊക്കെ. അവരോട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പോൾ ഇനിയും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്ന ഇപ്പം നമുക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റുപാടും. അത് അറിയാം ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. അതുപോലെ ഈ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കാം. അപ്പം മാക്സിമം നമുക്ക് ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടണ്ട, അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് വരും. അതിപ്പോൾ ആരെന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും എനിക്ക് കിട്ടേണ്ട ഓർഡർ എനിക്ക് കിട്ടും, അല്ലേ? അങ്ങനെയാണല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്രയും നാൾ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. എനിക്ക് വരേണ്ടത് എനിക്ക് വരും, വേറൊരാൾക്ക് പോകേണ്ടത് വേറൊരാൾക്ക് പോകും. അതങ്ങനെ നോക്കും. അല്ലാണ്ട് ഇപ്പം വേറെ ആളെ തോൽപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണം അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ആര് ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമുക്ക് വളരാൻ പറ്റുമെന്ന്. ഇപ്പം ഒരാളെ കണ്ടിട്ട് ഓക്കെ ഇയാളെപ്പോലെ എനിക്ക് വളരണം, അതുകൊണ്ട് ഇയാൾ മീൻസ് ഇവർക്ക് ഓർഡർ കിട്ടണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ മനസ്സിലങ്ങനെ ഇപ്പം പുറമെ അങ്ങനെ ചെയ്തില്ലെങ്കിലും മനസ്സിലങ്ങനെ ഒരു വൃത്തികെട്ട ചിന്തകളൊക്കെ വെച്ചിട്ട് ഉയരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ കുറച്ച് നാൾ ഉയർത്തുമായിരിക്കും ദൈവം, എന്നിട്ട് എപ്പോഴെങ്കിലും താഴെ കൊണ്ടിടുമായിരിക്കും. പക്ഷെ നല്ല മനസ്സോടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ദൈവം ഉയർച്ചയിലെത്തിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, എനിക്ക് വരേണ്ടത് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് വരും, അല്ലെങ്കിൽ അത് വേറെ ആളുടെ കയ്യിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വളരെ മോശമാണ്. ഹാമ്പറൊക്കെ ചെയ്യാനും അതുപോലെ ഹാമ്പർ ചെയ്യുന്നതല്ല ഇങ്ങനെ പോയി മേടിക്കാനും ട്രാവൽ ചെയ്യാനും അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മോളുണ്ടല്ലോ, അവൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ അറിയാലോ, നമ്മൾ 1 വയസ്സാകുമ്പോൾ ഇച്ചിരി കുറുമ്പും ഇതൊക്കെ കൂടുന്ന ടൈമാണ്. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ ഒരിതിൽ ദൈവത്തിൻ്റെ കൃപയാൽ നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.